ഇന്നറിയാൻ കറണ്ട് അഫയേഴ്സ് 24/5/2024, 25/5/2024. എവറസ്റ്റ് കീഴടക്കിയ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി കാമ്യ കാർത്തികേയൻ. എവറസ്റ്റ് കീഴടക്കിയതിൽ ലോകത്തിലെ തന്നെ പ്രായം കുറഞ്ഞവരിൽ രണ്ടാമത്തെ വ്യക്തിയും ആണ്. 2024 മെയ്യിൽ ചട്ടമ്പി സ്വാമികളുടെ 25 അടി ഉയരമുള്ള പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടത് വള്ളിക്കുന്നം. പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന അത്ലറ്റുകളെ പ്രചോദിപ്പിക്കാനും ആളുകളിൽ ആവേശം ഉണ്ടാക്കുന്നതിനുമായി അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റി ആരംഭിച്ച ക്യാമ്പയിൻ ലെറ്റ്സ് മൂവ് ഇന്ത്യ. KSCBയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി നിയമിതനാവുന്നത് ബിജു പ്രഭാകർ. 2024 മെയ്യിൽ പ്രകാശനം ചെയ്ത തെളിച്ചമുള്ള ഓർമ്മകൾ എന്ന പുസ്തകം രചിച്ചത് മാല തോപ്പിൽ ബാസിയുടെ മകൾ. ലോക ആമ ദിനം മെയ് 23. കിഴക്കിന്റെ നൊബേൽ എന്നറിയപ്പെടുന്ന ഷാ പ്രൈസിന് അർഹനായ ഇന്ത്യൻ വംശജനായ ജ്യോതിശാസ്ത്രജ്ഞൻ ശ്രീനിവാസ് ആർ കുൽക്കർണി. ഇന്റർനാഷണൽ സോളാർ അലയൻസിലെ 99ാമത് അംഗമായി മാറിയ രാജ്യം സ്പെയിൻ. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടെ സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഉടമസ്ഥതയിൽ അക്ഷരം മ്യൂസിയം നിലവിൽ വരുന്നത് നാട്ടകം, കോട്ടയം. ൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ആദ്യത്തെ ചുഴലിക്കാറ്റായ റിമാലിന് ആ പേര് നിർദ്ദേശിച്ച രാജ്യം ഒമാൻ. ആ വാക്കിന്റെ അർത്ഥം മണൽ. 2024 മെയ്യിൽ കേരളത്തിൽ നടന്ന GST റെയ്ഡ് ഓപ്പറേഷൻ പാം ട്രീ. 2024 ക്രിക്കറ്റ് ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഷാഹിദ് അഫ്രീദി. മൊബൈൽ ഇന്റർനെറ്റ് അടിമത്തത്തിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുവാൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതി DDAD. 2024 മെയ് മാസത്തിലെ കണക്ക് പ്രകാരം നഗരപ്രദേശങ്ങളിലെ തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കേരളം. സീറോ വേസ്റ്റ് ടു ലാൻഡ്ഫിൽ നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളമായി മാറിയത് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. പ്രഥമ ഏഷ്യൻ റിലേ ചാമ്പ്യൻഷിപ്പ് വേദി ബാങ്കോക്ക്. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റ്സ് എന്ന പുസ്തകം രചിച്ചത് P. രാജീവ്. Thanks for watching. Please like and subscribe.